ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. നമുക്കിന്ന് ഉന്നക്കായ ഉണ്ടാക്കാം. നോമ്പൊക്കെ വരാൻ പോവുകയല്ലേ. അല്ലാതെയും ഉന്നക്ക എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു 4 മണി പലഹാരമാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ഏത്തപ്പഴം, 1 മുറി തേങ്ങ, ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പഴം ഒന്ന് നന്നായി പുഴുങ്ങിയെടുക്കാം. പഴം ഇതുപോലെ കട്ട് ചെയ്ത് കുക്കറിൽ വെക്കുക, അല്ലെങ്കിൽ ആവിപാത്രത്തിൽ വെച്ചാലും കുഴപ്പമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുക്കറിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഇത് നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുക്കാൻ പറ്റും. 1 ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി വെച്ച് നമുക്ക് അടച്ചു മൂടി ഒരു 3 എയർ വരുന്നത് വരെ, വിസിൽ വരുന്നത് വരെ വേവിക്കാം. 3 വിസിലിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് അവിഞ്ഞു പോവരുത്. ഈ പഴം എപ്പോഴും ചെനച്ച പഴമാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. നന്നായി പഴുത്ത ഏത്തപ്പഴം ഇതിന് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പം പഴം ഏകദേശം നമുക്ക് നല്ല പോലെ ബോയിൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്കിത് ഉടച്ചെടുക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് പീൽ ചെയ്ത് മാറ്റാം, അടർത്തി മാറ്റാം. അതിനുശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് ഒരു സ്മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് സാധിക്കും. ഇല്ലെങ്കിൽ ഈ ചൂട് നമ്മുടെ കയ്യിലടിച്ചിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോവും. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനായിട്ട് നല്ല പോലെ നമ്മൾ മാവൊക്കെ നനച്ച് കുഴച്ച് കിട്ടുന്ന അതേ പാകത്തിന് നമുക്കിത് കിട്ടണം. അപ്പോൾ നല്ല പോലെ നമുക്ക് ഉടച്ചെടുക്കാം. കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അതിനകത്ത് നാര് പതുക്കെ ഇങ്ങനെ വലിച്ചു കളഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. ഏത്തപ്പഴത്തിനകത്തൊരു നാരുണ്ടല്ലോ, അത് ചെറുതായി ഞാൻ വലിച്ചു കളഞ്ഞാൽ നല്ലതാണ്. നല്ല പോലെ നമ്മൾ ഉടച്ചിട്ടുണ്ട്. ഇനി ഒരല്പം നല്ല നെയ്യ് ചേർത്തിട്ട്, നിറനെയ്യ് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ കുഴച്ചെടുക്കാം. ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് ശരിക്കും ഉടയ്ക്കാം. കണ്ടോ, നല്ല ചൂടുണ്ട്. കൈവച്ച് നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് ഇട്ട് കൊടുക്കാം. കേട്ടോ, ബട്ടർ ഒന്നും ഇട്ട് കൊടുത്തേക്കരുത്, നല്ല നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം. ബട്ടറൊക്കെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ടാണ് നല്ല നെയ്യ് തന്നെ ഉപയോഗിക്കണമെന്ന് പറയണത്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കണ്ടോ, കയ്യിലൊന്ന് എണ്ണ തടവുക, വെളിച്ചെണ്ണയോ മറ്റോ നമ്മുടെ കയ്യിലൊന്ന് തടവിയേക്കണം. കണ്ടോ, ഈ ഒരു പാകത്തിന് നമ്മളിപ്പോൾ മാവൊക്കെ നനച്ചെടുക്കില്ലേ ചപ്പാത്തിക്ക്, ആ ഒരു പാകത്തിന് നമുക്ക് നന്നായിട്ട് ഉടച്ച് നല്ല പോലെ കുഴച്ചെടുക്കാം. ഏകദേശം നമ്മുടെ പാകത്തിന് നമുക്ക് ഉന്നക്കായ നല്ല ഫില്ല് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള അളവിൽ നമുക്കിവിടെ നമ്മുടെ പഴം നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഇത് ഫില്ല് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. ഫില്ലിംഗ് തയ്യാറാക്കാൻ ഇതുപോലെ ഒരു കടായി വെക്കുക. കടായിലേക്ക് നല്ല നെയ്യ് ഇട്ട് കൊടുക്കുക. നല്ല ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ല നെയ്യ് ഇട്ട് കൊടുക്കാം. 1 പിടി കിശ്മിശ് ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ല പോലെ, പച്ച തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാട്ടോ, നല്ല അതിലൊരു ജ്യൂസി ആയിരിക്കുമല്ലോ. തേങ്ങ ഇട്ട് കൊടുക്കാം. 1 മുറിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, അതായത് 1 തേങ്ങയുടെ പകുതി. ഇനി നമുക്ക് 1 പിടി കശുവണ്ടി ഇതുപോലെ പൊടിച്ചത് നേരത്തെ തന്നെ പൊടിച്ചു വെക്കാം, അതും കൂടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയാണ്, കപ്പലണ്ടി അല്ല. കപ്പലണ്ടി ചേർത്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, തോട് കളഞ്ഞിട്ട് ഇതുപോലെ പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഇത് കാഷ്യൂ നട്ട്സ് ആണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം മധുരത്തിൻ്റെ അളവ് നമ്മുടെ പാകമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ പഞ്ചസാര ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല പോലെ മിക്സ് ചെയ്യാം. ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം, കാരണം ഇതിൻ്റെ ഒരു ജ്യൂസിനെസ് ഉണ്ട്, അത് നഷ്ടപ്പെട്ട് പോവാതെ വേണം നമുക്ക് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഫില്ലിംഗ് തയ്യാറാക്കി കിട്ടേണ്ടത്. കണ്ടോ, നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. ആ ജ്യൂസിനെസ് പോവാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പഞ്ചസാരയുടെ സ്വീറ്റ്നെസ് ഒക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ഒരു ടെക്സ്ചറിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഉണ്ട പിടിച്ച് നല്ല പോലെ ഷേപ്പ് വരുത്തി ഫില്ലിംഗ് തയ്യാറാക്കുമ്പോൾ കയ്യിലൊന്ന് തൊടാനായിട്ട് വെളിച്ചെണ്ണ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കൈ അളവിൽ നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു മാവിൻ്റെ അളവിലുള്ളത് എടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു ഷേപ്പ് വരുത്തുക. കണ്ടോ, നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് വരുത്തിയാൽ മതി. ഇനി ഇതിൻ്റെ നടുക്ക് ചെറുതായിട്ടൊന്ന് കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ കാഷ്യൂ നട്ടും കിസ്മിസും പഞ്ചസാരയും തേങ്ങയും എല്ലാം കൂടി ചേർത്ത് തയ്യാറാക്കിയ ഫില്ലിംഗ് ഇതിന് നടുക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം
ചേർത്ത് അടച്ച് വെക്കുക. കണ്ടോ, ഇതുപോലെ ചേർത്ത് അടയ്ക്കുക. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കില്ലേ, അടയൊക്കെ ഉണ്ടാക്കില്ലേ, കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചേർത്ത് വെച്ച് കൊടുക്കുക. ഷേപ്പ് വരുത്തുക നല്ലപോലെ. ഇനി വിട്ടു പോരുകയൊന്നുമില്ല കേട്ടോ ഇത്. കാരണം ഇങ്ങനെ ഷേപ്പ് വരുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിട്ട് അടർന്ന് പോരുകയൊന്നുമില്ല. ഇതുപോലെ എല്ലാം നമുക്ക് ഷേപ്പ് വരുത്തി ആദ്യം തന്നെ മാറ്റി വയ്ക്കാം. കേട്ടോ, ഒരെണ്ണം നല്ല രീതിയിൽ നമ്മൾ ഷേപ്പ് വരുത്തി എടുത്തിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ ഒരു കൈ അളവിൽ നമുക്ക് നമ്മളിവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് എടുക്കാം. അതിലേക്ക് എണ്ണ പുരട്ടുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ കുഴി പോലെ ഉണ്ടാക്കിയ നന്നായിട്ടത് പുറത്തേക്ക് ഇങ്ങനെ പോവാതെ ഇരിക്കും. അതിനുശേഷം ഇതുപോലെ ചേർത്ത് വയ്ക്കുക. എല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. കണ്ടോ, നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ തയ്യാറാക്കി എടുത്തു. ഇതിന് വലിപ്പം വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വലിപ്പം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു പഴത്തിൻ്റെ മാവിൻ്റെ അളവ് ഒന്ന് കുറച്ചെടുത്താൽ മതി. ഇതെല്ലാം ഫില്ല് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ച് എടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ബ്രെഡിൽ മുക്കിയിട്ടാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് പൊടിച്ചെടുക്കാം. ചില സ്ഥലങ്ങളിൽ ഉന്നക്ക ഇങ്ങനെ തന്നെ എണ്ണയിൽ വറുത്ത് കോരാറുണ്ട്. പക്ഷേ ഞാൻ അതിന് വ്യത്യസ്തമായിട്ട് ഒരു ക്രിസ്പിനെസ്സും കൂടി ഇതിലിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ബ്രെഡ് ക്രംസും കൂടി ഇട്ട് മുട്ടയുടെ വെള്ളയും ചേർത്ത് അതിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് വറുത്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ബ്രെഡ് പൊടിച്ചെടുത്തു. റസ്കിൻ്റെ പൊടി എടുക്കരുത് കേട്ടോ. കാരണം റസ്കിൻ്റെ പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു കയറും. ബ്രെഡിൻ്റെ പൊടി തന്നെയാണ് നമുക്ക് എപ്പോഴും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ ബ്രെഡൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തു. കണ്ടോ, നല്ല പോലെ പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ എഗ് വൈറ്റ് എടുക്കേണ്ടതുണ്ട്. 2 മുട്ട അതിനു വേണ്ടി ഞാനിവിടെ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉന്നക്ക ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് തയ്യാറാക്കി വെച്ചു. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള എടുക്കാം. കണ്ടോ, കട്ട് ചെയ്തിട്ട് മഞ്ഞക്കരു മാറ്റുക. മഞ്ഞക്കരു മാറ്റിയിട്ട് നമുക്ക് വെള്ളക്കരു മാത്രം മതി. എഗ് വൈറ്റ് എടുത്ത് നല്ല പോലെ ബീറ്റ് ചെയ്ത് എടുക്കാം. 2 മുട്ടയുടെയും എഗ് വൈറ്റ് എടുത്തു. ഇനി ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അത്യാവശ്യം ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാടൊന്നും ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. നമുക്കിത് മുക്കി പൊരിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ കട്ട പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ അത്യാവശ്യം നല്ലപോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഫ്രൈ ചെയ്യാൻ എന്തെണ്ണയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ നമ്മളെല്ലാം തയ്യാറാക്കാൻ ഉള്ള സംഭവമൊക്കെ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല ഫ്ലെയിമിലാണ് നമ്മളിത് വറുത്ത് കോരുന്നത്. അപ്പോൾ കുറച്ച് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തിടാൻ ബുദ്ധിമുട്ടാകും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, കരിഞ്ഞു പോകുന്നത്. അപ്പോൾ കരിയാതെ തന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ അടുത്തടുത്ത് കൊണ്ടു നോക്കുകയാണെങ്കിൽ സൗകര്യമാണല്ലോ. അപ്പോൾ നമ്മുടെ ഉന്നക്ക എല്ലാം റെഡിയായി ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് എടുത്ത് എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്യാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്നിങ്ങനെ പൊതിഞ്ഞെടുക്കാം. 4 ഭാഗവും നല്ല പോലെ പൊതിഞ്ഞെടുക്കാം. ഇനി അത്യാവശ്യം നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാകും മുമ്പ് ഇട്ട് കൊടുക്കരുത്. എണ്ണ ചൂടാകും മുമ്പ് നമ്മൾ ഇട്ടാൽ എന്താ അറിയോ, നമ്മൾ ഇടുന്ന പലഹാരം എണ്ണ ഇങ്ങനെ ചേർന്ന് പിടിച്ചിട്ട് അത്ര ഒരു ഭംഗിയിൽ കിട്ടില്ല. അതുകൊണ്ടാണ് എപ്പോഴും എണ്ണ അത്യാവശ്യം നല്ല പോലെ ചൂടായ ശേഷം മാത്രമാണ് വറുത്ത് കോരുന്നതിനുള്ള പലഹാരങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. അടുത്ത ഉന്നക്കായ നമ്മൾ ഇതുപോലെ എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തു. ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തെടുത്ത ശേഷം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഞാനിവിടെ ഒറ്റ സ്റ്റെപ്പിൽ 3 എണ്ണം വീതമാണ് കേട്ടോ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്.
വളരെ ടേസ്റ്റിയാണ് ഉന്നക്കായ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പലഹാരമാണ് കേട്ടോ. വീട്ടിലെല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ട പലഹാരമാണ് ഉന്നക്കായ, പഴം പൊരിച്ചത് തുടങ്ങിയുള്ള നാടൻ വിഭവങ്ങൾ. ഒട്ടും ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യില്ല. നന്നായി മുരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ കളർ ആവുന്നത് വരെ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് അരിപ്പ പാത്രത്തിൽ കോരി എടുത്ത ശേഷം ഒന്ന് ഹോൾഡ് ചെയ്യണം. വീണ്ടും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 30 സെക്കൻഡിന് ശേഷം വീണ്ടും നമ്മൾ അരിപ്പ പാത്രത്തിൽ കോരി എടുക്കുക. വീണ്ടും എണ്ണയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 30 സെക്കൻഡ് വീതം നമ്മൾ അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പിനെസ്സും ഡീപ്പ് ഫ്രൈ ആയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മുടെ പലഹാരം നല്ല ഭംഗിയിൽ കാണാനൊരു ബ്യൂട്ടി ആയിട്ട് ഇങ്ങ് വരും. ഉന്നക്ക വളരെ പ്രിയപ്പെട്ട പലഹാരം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനി നമുക്കതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റാം. കണ്ടോ, ഈ ഒരു കളർ കണ്ടോ? ഈ ഒരു കളറിൽ നമുക്ക് ഉന്നക്കായ കിട്ടും. മാത്രമല്ല ഇതിൻ്റെ ക്രിസ്പിനെസ് കുറച്ചധികം നേരം ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. വീണ്ടും നമുക്ക് ബാക്കിയുള്ള ഉന്നക്ക കൂടി ഇതുപോലെ തന്നെ വറുത്ത് കോരാം. എണ്ണയുടെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യണം. അധികം ചൂടായി പോയിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് എല്ലാം കൂടിയിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഇട്ട് നമ്മൾ കോരി എടുത്ത് കഴിയുമ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസ് ഒക്കെ അതിൽ വീണിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് തീ കുറച്ച് വയ്ക്കുക. വീണ്ടും നമ്മൾ ഉന്നക്കായ ഇടുന്ന സമയത്ത് തീ കൂട്ടിയാൽ മതി. എല്ലാം നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഉന്നക്കായ ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ ഫ്രൈ ചെയ്തെടുക്കില്ല. ജസ്റ്റ് അവർ ഉന്നക്കായ ഉണ്ടാക്കിയ ശേഷം നേരിട്ട് തന്നെ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് എടുക്കുകയാണ് പതിവ്. അതും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്കിത് കുറച്ചുകൂടെ ഒരു ക്രിസ്പിനെസ്സും ഒക്കെ ഭയങ്കര നല്ലതായിട്ട് തോന്നി. നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും പലഹാരമൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയാൽ എങ്ങനെയും ഒരു 4-5 മണിക്കൂറോളം ഈ ക്രിസ്പിനെസ്സിൽ തന്നെ നമുക്കത് കിട്ടും. അതിൻ്റെ ചൂടാറിയാലും ക്രിസ്പിനെസ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഉന്നക്കായ എല്ലാം നമ്മൾ വറുത്ത് കോരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാം നല്ല ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കുക കേട്ടോ. നല്ല ശബ്ദം വരുന്നുണ്ട് ഒന്നൊന്നിനോട് ചേർന്ന് ഇങ്ങനെ വരുമ്പോൾ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഞാനത് എൻ്റെ ആ ഒരു ക്രിസ്പിനെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത്. കേട്ടോ, ഇതിന് കട്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തതെല്ലാം നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട്, ടേസ്റ്റി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനൊന്ന് സ്വാദ് നോക്കി, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ഉന്നക്കായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. ഇന്ന് എല്ലാവരും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.